ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ശ്രീ കെ പി ഫാബിയൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ പി ഫാബിയൻ, എത്ര വലിയ ചർച്ചകളുടെ പേരിലാണെങ്കിലും ആരിടപെട്ടിട്ടാണെങ്കിലും രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമില്ല, സമാധാനം എന്ന് പറയുന്നത് ലോകമെമ്പാടും വളരെ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നയപരമായ തുറന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ഇന്ത്യ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുന്നത്. മുൻപ് ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പോയിന്റിലേക്ക്, ആ ഗ്രൂപ്പിനെ മാത്രം കേന്ദ്രീകരിച്ച് വളരെ പ്രിസൈസ് ആയിട്ടുള്ള തിരിച്ചടി എന്ന നിലയ്ക്കാണ് കാണുന്നതെങ്കിൽ ഇനി ഏത് പ്രകോപനവും യുദ്ധം തന്നെ എന്ന തുറന്ന പ്രഖ്യാപനത്തിൽ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കാഴ്ചപ്പാടിൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ സീസ് ഫയറിലേക്ക് പോവുകയാണ്. എങ്ങനെ കാണുന്നു അങ്ങ്? ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രസിഡന്റ് ട്രംപ് ആണ് ഈ സീസ് ഫയർ ആദ്യം ഡിക്ലെയർ ചെയ്തത്. അത് നല്ല കാര്യം. സീസ് ഫയർ നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും ഇത് സ്വാഗതം ചെയ്യുന്നു. എന്റെ ചോദ്യം, പ്രസിഡന്റ് ട്രംപിന്റെ അടുത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പ്രസിഡന്റ് ട്രംപിന്റെ ഇടപാടിന് സമ്മതിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? എന്തുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംസാരിച്ചത് ഈ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയില്ല? കാരണം നമുക്കിത് NSA ലെവലിൽ ചെയ്യാമായിരുന്നു, നമുക്കിത് DGMO ലെവലിൽ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ലെവലിൽ ചെയ്യാമായിരുന്നു. ഇപ്പോ ലോകത്തിന് നമ്മൾ കൊടുക്കുന്ന ഇംപ്രഷൻ ഇതാണ്, ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് കുട്ടികൾ തമ്മിൽ തല്ലി, അത് കഴിഞ്ഞിട്ട് ഹെഡ് മാസ്റ്റർ പറഞ്ഞു നിർത്താൻ, അപ്പൊ നിർത്തി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അല്പം വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഏത് വിധത്തിലായാലും ഈ വെടിനിർത്തൽ നല്ലതാണ്. പിന്നെ താങ്കൾ പറഞ്ഞു, നമ്മുടെ വിദേശകാര്യമന്ത്രിയുടെയും അല്ലാതെയും ട്വീറ്റ് വന്നിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ, നമുക്ക് പൊതുവെ പറയുന്നത് പാകിസ്ഥാനെ വിശ്വസിക്കാൻ സാധിക്കില്ല, ഇനി ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ തിരിച്ചടിക്കും. അത് ശരിയായിട്ടുള്ള നയമാണ്. പക്ഷേ ഇത് മാത്രം പോരാ എന്നാണ് എന്റെ അഭിപ്രായം. അല്ല, അതാണ് ഈ പാകിസ്ഥാൻ പോലെ ഒരു രാജ്യത്തെ എങ്ങനെ വിശ്വസിക്കുമെന്നതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. അവരെ ഗതികെട്ട സമയത്ത് ഒരുപക്ഷെ അവർ ഈ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുന്നതാകാം. ഇന്ത്യയെ വീണ്ടും ബുദ്ധിമുട്ടിക്കാനുള്ള നീക്കങ്ങൾ അവിടുത്തെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ ഇനിയും അത് എത്ര തകർത്താലും വീണ്ടും വീണ്ടും പൊട്ടിമുളയ്ക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും ഒരു തലവേദനയായി പാകിസ്ഥാൻ ഉണ്ടാകും, അത് നമ്മളെത്ര സമാധാനത്തിന് ശ്രമിച്ചാലും, അല്ലേ? ആ ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിനേക്കാൾ നല്ലൊരു സിനാരിയോ ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് പാകിസ്ഥാൻ ഒരു ഡിക്ലറേഷൻ കൊടുക്കുക, പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഡിറ്റക്റ്റഡ് ആയിട്ടുള്ള യാതൊരു ടെററിസ്റ്റ് ആക്ടിവിറ്റീസും പെർമിഷൻ കൊടുക്കില്ല. ആ ഡിക്ലറേഷൻ കൊണ്ട് മാത്രം കാര്യമായില്ല, ആ ഡിക്ലറേഷന് ശേഷം കോൺസിക്വൻഷ്യൽ ആക്ഷൻ വേണം. എന്താണ് കോൺസിക്വൻഷ്യൽ ആക്ഷൻ? ടെററിസ്റ്റ് ക്യാമ്പ്സ് ഡിസ്മാൻഡിൽ ചെയ്യുക, അവിടെ വിദ്യാർത്ഥികളായിട്ടുള്ളവരെ ചിലർക്ക് സ്കൂളിലേക്ക് അയക്കണം, ചിലർക്കൊക്കെ എംപ്ലോയ്മെന്റ് കൊടുക്കണം, പിന്നെ അത് നടത്തിയിരുന്ന അതിന്റെ മേധാവികളെ തടങ്കലിലാക്കുക. എന്നിട്ട് ഈ ആക്ഷൻ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി വെരിഫൈ ചെയ്യണം. ആ വെരിഫിക്കേഷൻ ടീമിൽ ഇന്ത്യയും വേണം. അങ്ങനെയായിരുന്നെങ്കിൽ ഇതിനേക്കാൾ നന്നാകുമായിരുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇന്ത്യയും ഒരു ജസ്റ്റർ കാണിക്കണം, അതായത് ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ സസ്പെൻഷൻ നിർത്തിവെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഗുഡ് നെയ്ബേഴ്സ് ആയിട്ട് ജീവിക്കാനുള്ള സാധ്യത വർദ്ധിക്കും. ശരി, വളരെയധികം നന്ദി ശ്രീ കെ പി ഫാബിയൻ സംസാരിച്ചതിന്. ഇപ്പോൾ